ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സൊലാനയുടെ എക്കോസിസ്റ്റത്തിൽ വരാനായിട്ട് പോകുന്ന ഒരു വമ്പൻ എയർഡ്രോപ്പിനെ കുറിച്ചാണ്. നിങ്ങളിൽ പല ആളുകളും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പാഴ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ എയർഡ്രോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റീസെൻ്റ്ലി സൊലാന എക്കോസിസ്റ്റത്തിൽ വളരെയധികം ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് എയർ ഡ്രോപ്സ് പല പ്രൊജക്റ്റുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ജുപ്പിറ്റർ, അതുപോലെ തന്നെ പൈ നെറ്റ്വർക്കൊക്കെ വളരെ വലിയ രീതിയിൽ അവരുടെ യൂസേഴ്സിന് എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിൽ എയർ ഡ്രോപ്പ് കൊടുക്കുവാനായിട്ട് പോസിബിലിറ്റി ഉള്ള ഒരു വളരെ വലിയ പ്രൊജക്റ്റാണ് പാഴ്സൽ എന്ന് പറയുന്നത്. ഓൾറെഡി സൊലാന വെഞ്ചേഴ്സ്, അതുപോലെ തന്നെ കോയിൻ ബേസ് പോലുള്ള വലിയ വലിയ ക്രിപ്റ്റോ പ്ലെയേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ പാഴ്സൽ എന്ന് പറയുന്നത്. കറൻ്റ്ലി ത്രൂ പോയിൻറ്റ് സിസ്റ്റമാണ് ഇവരുടെ എയർ ഡ്രോപ്പ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എങ്ങനെ ഇവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എയർ ഡ്രോപ്പ് നേടാനായിട്ട് പറ്റും എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. ബേസിക്കലി ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ ക്രിപ്റ്റോ ആയിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് പല റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റുകളും ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവരുടെ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ ഇവർ ഓൾറെഡി അവരുടെ ടോക്കണിൻ്റെ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടോട്ടൽ 1 ബില്യൺ ആണ് സപ്ലൈ വരാനായിട്ട് പോകുന്നത്. അതിൽ 7 to 8% അവർ കമ്മ്യൂണിറ്റി എയർ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതായത് 70 മുതൽ 80 മില്യൺ ടോക്കൺസ് ആണ് കമ്മ്യൂണിറ്റി എയർ ഡ്രോപ്പിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്രീ മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടോക്കൺ സെല്ലായിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $1.7 അടുപ്പിച്ചാണ്. തീർച്ചയായിട്ടും ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് $2 അടുപ്പിച്ച് പ്രൈസ് വരാൻ സാധ്യതയുള്ള ഒരു ടോക്കൺ തന്നെയാണിത്. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ് ഫാം ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു പ്രൊജക്റ്റ് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. നമ്മളിവിടെ സൊലാന വാലറ്റ് ആയിട്ടുള്ള ഫാൻഡം വാലറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്രോം എക്സ്റ്റൻഷൻ ഇല്ലാത്ത ആളുകൾക്ക് ഫോണിൽ നമ്മുടെ ഫാൻഡം വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ ചെയ്തതുപോലെ തന്നെ സ്റ്റെപ്സ് ചെയ്യുക. ഫസ്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്കിപ്പ് അടിച്ച് വിടാം. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മെയിലും അതുപോലെ തന്നെ ട്വിറ്ററും ഡിസ്കോഡൊക്കെ കണക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല. എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഇൻ ടു പാഴ്സൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. സോ നമ്മുടെ പാഴ്സലിൻ്റെ അക്കൗണ്ട് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എക്സ്ട്രാ 5% ബൂസ്റ്റ് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും നോക്കാം. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയിൻറ്റ്സ് എന്നുള്ള സ്ഥലത്തേക്ക് വരിക. അവിടെ വന്നതിന് ശേഷം നമ്മൾ ജോയിൻ പോയിൻറ്റ്സ് പ്രോഗ്രാം എന്നുള്ളതിൽ സെലക്ട് ചെയ്യാൻ ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ പോയിൻറ്റ്സ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി 5% ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഫറൽ എന്നുള്ള സ്ഥലത്ത് വന്നതിന് ശേഷം നമ്മുടെ റെഫറൽ കോഡായിട്ടുള്ള മല്ലു യൂസ് ചെയ്യാം. സോ ഈ ഒരു മല്ലു എന്നുള്ള കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് 5% പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അതായത് 100 പോയിൻറ്റ്സ് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 105 പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ വരിക. അവിടെ വന്നു കഴിയുമ്പം നമുക്കവിടെ കുറേയധികം മാർക്കറ്റുകൾ ഉണ്ടാവുന്നതായിരിക്കും. സോ ആ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നിങ്ങളൊരു ലോങ് പൊസിഷനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷനോ എടുക്കുക. ഞാനിവിടെ ലണ്ടൻ എന്നുള്ള എടുത്തു, പക്ഷേ അത് നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മറ്റൊരു മാർക്കറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ബ്രൂക്ക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മുടെ അക്കൗണ്ടിനൊരു പേര് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അടിയിലത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. സോ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ചെറിയ എമൗണ്ട് ഓഫ് സൊലാന ആവശ്യമുണ്ട്. ഏകദേശം ഒരു $0.001 ചിലവായിട്ട് വരുന്നത്. അതിന് വേണ്ട സൊലാന നിങ്ങൾ നിങ്ങളുടെ ഫാൻഡം വാലറ്റിൽ കരുതുക. കാരണം കുറച്ച് സൊലാന നമുക്കിതിൽ ഗ്യാസ് ഫീസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഫണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു വഴി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. നമ്മളിവിടെ USDC ആണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഫാൻഡം വാലറ്റിലുള്ള കുറച്ച് സൊലാന നമ്മളിവിടെ USDCയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകണം. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഏകദേശം $110 വർത്തായിട്ടുള്ള സൊലാന ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിനുശേഷം നമ്മൾ ഫാൻഡം വാലറ്റിൽ സ്വാപ്പ് സെക്ഷനിലേക്ക് പോയതിന് ശേഷം സൊലാന സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ USDCയിലേക്ക് കൺവേർട്ട് ആക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം USDC ആണ് വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ സ്വാപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഏകദേശം ഒരു $100 ഇവിടെ സ്വാപ്പ് ചെയ്ത് USDCയിലേക്ക് കൺവേർട്ട് ആക്കാനായിട്ട് വന്ന് $101 ഇവിടെ കൺവേർട്ട് ആക്കാനായിട്ട് പോവുകയാണ്. സോ അതിനുശേഷം നമ്മളവിടെ സ്വാപ്പ് കൊടുക്കുകയാണ്. ചെറിയൊരു ഗ്യാസ് ഫീസ് ഇവിടെയും നമുക്ക് വരുന്നതാണ്.
ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാലറ്റിലേക്ക് USDC എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ആ ഒരു USDC എടുത്തിട്ട് നമുക്ക് പ്രീവിയസ്ലി നമ്മൾ ആ ഒരു എടുത്ത ആ ഒരു ട്രേഡ് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ ട്രേഡ് ഓപ്പൺ ആക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ബ്രൂക്ക്ലിനിൽ ട്രേഡ് എടുക്കാനായിട്ട് പോവാണ്. അതിനുശേഷം നമ്മുടെ വാലറ്റിൽ ആ ഒരു USDC വരാനായിട്ട് ചെറിയൊരു താമസം ഉണ്ടാവും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ ആ ഒരു 70 USDC എന്നൊരു 30 USDC നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തും ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും കുറച്ചൊരു സൊലാന, ഒരു $3-4 വർത്തായിട്ടുള്ള സൊലാന നിങ്ങളുടെ വാലറ്റിലുണ്ടെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുക. ഓക്കെ, അങ്ങനെ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ട്രേഡ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇവിടെ ലോങ്ങും എടുക്കാം, അതുപോലെ തന്നെ ഷോർട്ടും എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ ട്രേഡ് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലിവറേജ് ഒന്നും നിങ്ങൾ വലിയ രീതിയിൽ എടുക്കരുത്. 1 ലിവറേജ് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം വെറുതെ നമ്മൾ വലിയ ലിവറേജൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു പക്ഷേ നമ്മുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലോസായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ എപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 ലിവറേജ് വെച്ചിട്ട് ചെയ്യാം. അതിനുശേഷം പ്രിവ്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു ലോങ് പൊസിഷൻ ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നമ്മളിവിടെ ലോങ് പൊസിഷൻ ഓപ്പൺ ആക്കുന്നതിന് 71 പോയിൻറ്റ്സ് പെർ ഡേ ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ $1 പൊസിഷൻ എടുക്കുന്നതിന് 2 പോയിൻ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു $30 വെച്ചിട്ട് ഒരു $35 ട്രേഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് $35 സംതിങ്ങിൻ്റെ ട്രേഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 71 പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇതുപോലെ ഈ കാണിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതിനേക്കാട്ടും നല്ല രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്താലാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന USDC 30 ദിവസത്തേക്ക് ലോക്കായിരിക്കും. സോ ആ 30 ദിവസത്തേക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ഞാനൊരു 70 USDT ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും 294 പോയിൻറ്റ്സ് പെർ ഡേ ആണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം നമുക്ക് ട്രേഡ് എടുക്കുന്നതിൻ്റെ ഇരട്ടി പോയിൻറ്റ്സ് ആണ് പെർ ഡോളർ ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ അത്രത്തോളം പോയിൻറ്റ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അക്യുമുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവരുടെ TG ഒക്കെ വരാനായിട്ട് പോകുന്നത് ഏപ്രിൽ മാസമാണ്. എങ്ങനെയാണ് ഇവർ പോയിൻറ്റ്സ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് വളരെയധികം പ്രോമിസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇപ്പോഴും ഉണ്ട്. കുറേ നാളുകൾക്ക് മുന്നേ ഇവരുടെ പോയിൻറ്റ് സിസ്റ്റം തുടങ്ങിയതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ഇത് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫാം ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം ആളുകൾ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% എക്സ്ട്രാ പോയിൻറ്റ്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.